മംഗളവാർത്ത 4-ാം ചൊവ്വ. മർക്കോസിന് സുവിശേഷം 5-ാം അധ്യായം 25 മുതൽ 34 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. രക്തസ്രാവക്കാരിക്ക് രോഗസൗഖ്യം. 12 വർഷം മാറി മാറി ചികിത്സിച്ചിട്ടും രോഗം മൂർച്ഛിക്കുകയും ശാരീരികവും സാമ്പത്തികമായും അനുഷ്ഠാനപരമായും ഏറെ കഷ്ടപ്പെടുകയും ചെയ്ത ഒരു രക്തസ്രാവക്കാരിയുടെ രോഗസൗഖ്യ സംഭവമാണ് ഇന്നത്തെ ചിന്താവിഷയം. രക്തസ്രാവം അശുദ്ധി വിളിച്ചു വരുത്തുന്ന മരണതുല്യമായ ഒരു രോഗമാണ്. ലേവ്യ 15:25-30. പരസ്യമായി യേശുവിനെ സമീപിക്കാൻ അനുവാദം ഇല്ലാത്തതിനാൽ രഹസ്യമായി അവന്റെ വസ്ത്രത്തിന്റെ വിളിമ്പിൽ ഒന്ന് സ്പർശിച്ചാൽ പോലും രോഗസൗഖ്യം ലഭിക്കുമെന്ന അവളുടെ വിശ്വാസം അന്വർത്ഥമായി. ഭയന്ന് വിറച്ച് അവന്റെ മുന്നിൽ അവളോട് യേശു പറഞ്ഞു, "മകളേ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു." ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുന്നവർക്ക് പിന്നീട് അവൻ അന്യരല്ല. മക്കളേ എന്ന് പറഞ്ഞ് യേശു അവളെ സ്വന്തം കുടുംബമാക്കി. പിതാവിന്റെ ഹിതം നിറവേറ്റുന്നവരാരോ അവരാണ് എൻ്റെ അമ്മയും സഹോദരരും. മർക്കോസ് 3:35. തന്നെ സ്വീകരിക്കുന്നവർക്കെല്ലാം, തന്റെ നാമത്തിൽ വിശ്വസിച്ചവർക്കെല്ലാം ദൈവമക്കളാകാൻ അവർ കഴിവ് നൽകി. യോഹന്നാൻ 1:12. ആദ്യം ഒരു വംശം സ്വന്തമാക്കി തിരഞ്ഞെടുക്കുകയും പിന്നെ പരിച്ഛേദനം ഉടമ്പടിയുടെ അടയാളമായി സ്വീകരിക്കുകയും ചെയ്ത ദൈവം പുതിയ നിയമത്തിൽ യേശുവിൽ വിശ്വസിക്കുന്നവരെയൊക്കെ തന്റെ മക്കളുടെ സ്ഥാനത്തേക്ക് ഉയർത്തുന്നു. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് പരിച്ഛേദനമോ അപരിച്ഛേദനമോ ഇല്ല. സ്നേഹത്തിലുള്ള പ്രവർത്തന നിരതമായ വിശ്വാസമാണ് പ്രധാനം.